അഭിലാഷ് ഡേവിഡിനെ പോലീസിൽ നിന്നും പിരിച്ചുവിട്ടില്ലെന്ന വാദം അപ്പാടെ പൊളിയുന്നു. പുറത്താക്കാൻ തീരുമാനിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. 2023 ജനുവരി 21 താൽക്കാലികമായി പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച് ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ്. 144 പേരെ പോലീസിൽ നിന്നും പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും ഇതിൽ ബഹുഭൂരിപക്ഷവും സർവീസിൽ തിരികെ കയറിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഭിലാഷ് ഡേവിഡ് ക്രിമിനലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. 1.5 വർഷം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയതാണ്. ആ ഉത്തരവിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും സർവീസിന് പുറത്താണ്. ഇയാൾ 1.5 വർഷം കഴിഞ്ഞ് എങ്ങനെ സർവീസിൽ തിരിച്ചു വന്നു? ഒന്ന് CPMന്റെ സഹയാത്രികനാണ്, ഇയാളെ തിരിച്ച് സർവീസിൽ കൊണ്ടുവന്നു. അയാളെ കൊണ്ടാണ് ഷാഫി അടിപ്പിച്ചത്. അതിനൊരു ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഷാഫി അടിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. ഇയാളാണ് അത് ചെയ്തത്. വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ സസ്പെൻഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നായിരുന്നു അഭിലാഷ് ഡേവിഡ് കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണം. പക്ഷെ ആ വാദം പൂർണ്ണമായും പൊളിയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തുവിട്ട തെളിവുകൾ. കാരണം 1.5 വർഷം മുൻപ് ഇയാളെ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷൻ തന്നെ പുറത്താക്കിയിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ, ഇതിൻ്റെ രേഖകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇയാൾ തിരികെ സർവീസിൽ കയറിയതിൽ പല ദുരൂഹതയുമുണ്ട്. ആരാണ് സഹായിച്ചത്? എങ്ങനെയാണ് സർവീസിൽ തിരികെ കയറിയത്? ഇക്കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് മറുപടി നൽകേണ്ടതല്ലേ മിഥുൻ? ടോം, തീർച്ചയായും സ്വാഭാവികമായും അത്തരത്തിലൊരു മറുപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്ത് അതേ തുടർന്നായിരുന്നു എങ്ങനെയാണ് ഈ ആരോപണ വിധേയനായി സർവീസിൽ നിന്ന് പുറത്തുപോയ വ്യക്തി എങ്ങനെ തിരികെ സർവീസിലേക്ക് തിരിച്ചു കയറി, അതിൽ ആരുടെ ഇടപെടലാണ് ഉണ്ടായത് എന്നടക്കമുള്ള ചോദ്യം ഷാഫി പറമ്പിൽ ഉന്നയിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യത്തിന് പിന്നാലെ അടിയന്തരപ്രമേയമായി ആ ഒരു വിഷയം അവതരിപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി 144 പേരെ, കളങ്കിതരായിട്ടുള്ള 144 പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ, അതായത് 2016 ശേഷം പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശദാംശങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്ത് അതടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയം മാറി എന്നുള്ളത് തന്നെയാണ്. അതിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ എങ്ങനെ ഇയാളെ പുറത്താക്കിയെന്ന് പറയാനാകും, അത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകളുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നാനാകോണിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ മറുപടി എന്നോണമാണ് ഈ രേഖ. 2023 ജനുവരി 21 ഇദ്ദേഹത്തെ താൽക്കാലികമായി പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ CS നാഗരാജുവാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന് മേൽ ചുമത്തിയിട്ടുള്ള എല്ലാവിധ പരാതികളും അത് അന്വേഷണത്തിലൂടെ അത് കൃത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ വകുപ്പ് തല അന്വേഷണത്തിലുമൊക്കെ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള റിപ്പോർട്ടായിരുന്നു അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതിനനുസരിച്ചായിരുന്നു ഇത്തരത്തിലൊരു താൽക്കാലികമായി ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CS നാഗരാജു ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിൽ കൃത്യമായ ചില മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നു. അതായത് 15 ദിവസത്തിനകം ഈ കൃത്യമായ വിശദീകരണം നൽകണം, എന്താണ് സാഹചര്യം ഉണ്ടായത്, അത് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള വിശദീകരണമാണ് എങ്കിൽ മാത്രം ഒരു പുനർചിന്തനം ഇതിനകത്തുണ്ടാകുമെന്ന് തന്നെയായിരുന്നു ഈ ഉത്തരവിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ പിന്നാലെ ഇത് സംബന്ധിച്ച് ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹം ഈ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒപ്പം തന്നെ DGPക്കും അന്നത്തെ DGP സർവേഷ് സാഹിബിനും ഇത് സംബന്ധിച്ചുള്ള പകർപ്പ് കൈമാറുകയും ചെയ്തു. പക്ഷേ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ മറുപടി സ്വീകാര്യമായിരുന്നു, അല്ലെങ്കിൽ അതിൽ എന്തായിരുന്നു എഴുതിയിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാതെ അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ വൈകിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം 28 മാസത്തോളം സർവീസിൽ നിന്ന് പുറത്തു തന്നെയായിരുന്നു തുറന്നുകൊണ്ടിരുന്നത്. പിന്നീട് 1.5 വർഷത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പുനർനിയമനം. അതും DGP ആയിരുന്ന ദർവേഷ് സാഹിബ് തന്നെ മുൻകൈ എടുത്തുകൊണ്ടതാണ്
ഇദ്ദേഹത്തിന് ഒരു പുനർനിയമനം നൽകുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതിൽ ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ രേഖകളടക്കം ഹാജരാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. ഇത് സംബന്ധിച്ച് വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ഒരു വിവാദത്തിന് പിന്നാലെ 144 പേരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ അവരാരൊക്കെയാണ്, അവരുടെ പേരുവിവരങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരെ ഏത് തരത്തിലാണ് അറിയണം. കാരണം കാക്കിയിട്ട ക്രിമിനലുകളെ സംരക്ഷിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ അന്ന് പറഞ്ഞത്. 144 പേർക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഈ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ആഭ്യന്തര വകുപ്പ് ഇതുപോലെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. പക്ഷേ ആരാണ് ആ 144 പേരെന്നറിയണം. അത്തരം അവരുടെ പട്ടിക, ഈ പുറത്താക്കിയവരുടെ പട്ടിക പുറത്തിറക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമോ മിഥുൻ? അതുതന്നെയാണ് ടോം പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്ന് ലഭിച്ചു? കാരണം ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള രേഖകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തു നിന്നോ ലഭ്യമല്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അങ്ങനെ ഇരിക്കെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് സഭയിൽ ഇങ്ങനെ ഒരു കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം 144ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ കളങ്കിതരാണ് എന്ന് കണ്ടതിനെ തുടർന്ന്, കുറ്റകൃത്യം ചെയ്തതിനെ തുടർന്ന് നടപടിയെടുത്തു, അവരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായ രേഖകൾ അത് ഹാജരാക്കാൻ അന്ന് തന്നെ, അതായത് ഈ ഒരു വിശദാംശങ്ങൾ മുഖ്യമന്ത്രി സഭയെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനം വിളിക്കുകയും മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ തയ്യാറുണ്ടോ എന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ആരാണ് ഇവരൊക്കെ? അവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണം, അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ആണോ ഈ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ലഭിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള ഒരു തരത്തിലുമുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു നമ്മൾ പിന്നീട് കാണുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും അത് വിവാദമായപ്പോൾ എങ്ങനെയാണ് ഇവരെ പുറത്താക്കിയത്, ആരാണ് ഇവരൊക്കെ എന്നുള്ള ഒരു ചോദ്യം വീണ്ടും ഉയർന്നു വരികയാണ്. വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് സേനയിലെ ക്രിമിനലുകളെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല, അവരെ മുഖം നോക്കാതെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിക്കാതെ അവരെ പുറത്താക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള നടപടിയാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി സഭയിലടക്കം വാദങ്ങൾ നിരത്തുകയും ഒപ്പം തന്നെ അത് സംബന്ധിച്ച് ഭരണപക്ഷ അംഗങ്ങൾ കയ്യടിയോടുകൂടിയായിരുന്നു ഈ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളെ സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാരെങ്കിലും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായ കണക്കുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയോ, അങ്ങനെയെങ്കിൽ അത് കൈമാറി ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന ഈ പരാതിയുമേൽ എന്തെങ്കിലും രേഖകളുണ്ടോ, ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയെന്നുള്ള ചോദ്യമായിരുന്നു ഉയർന്നത്. ആ രേഖകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ തുടർ നടപടികളൊന്നും തന്നെ 1.5 വർഷം കഴിഞ്ഞിട്ടും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പിന്നീട് ഏത് സാഹചര്യത്തിലാണ് അന്നത്തെ DGP ഇത്തരത്തിലൊരു പുനർനിയമനം ഇദ്ദേഹത്തെ സേനയിലേക്ക് തിരികെ വിളിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതിനൊക്കെ കൃത്യമായ മറുപടി ലഭ്യമാകേണ്ടത് തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണവും ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അഭിലാഷ് ഡേവിഡ് ചെയ്ത കുറ്റകൃത്യങ്ങൾ അത് വകുപ്പ് തല അന്വേഷണത്തിലും ഒക്കെ തെളിയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നടപടി സ്വീകരിക്കുകയും ചെയ്ത് ആ നടപടി എങ്ങനെ ക്യാൻസൽ ചെയ്തു, അത് റദ്ദാക്കി ഇദ്ദേഹത്തിന് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ ഇതുപോലെ മറ്റുള്ളവരെ പുറത്താക്കി എന്ന് പറയുമെങ്കിൽ അവരെയും തിരികെ സേനയുടെ ഭാഗമാക്കിയിട്ടുണ്ടോ എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. യെസ്, അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ്. അഭിലാഷ് ഡേവിഡ് മാത്രമാണോ, അതോ CPM അനുഭാവികളായിട്ടുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരും, CPM-മായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഈ രീതിയിൽ തിരികെ സേനയിൽ പ്രവേശിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യവും പരിശോധിക്കേണ്ടതാണ്.